ഇന്നത്തെ പ്രധാന ക്രിക്കറ്റ് ന്യൂസുകൾ നോക്കാം. ഇന്ത്യൻ പര്യടനത്തിനും ചാമ്പ്യൻസ് ട്രോഫിക്കുമായുള്ള ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. അണ്ടർ-19 വിമൺസ് ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് 41 റൺസിന്റെ ജയം. വെസ്റ്റ് ഇൻഡീസ് വുമൺസിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ വുമൺസിന് വമ്പൻ ജയം. സ്മൃതി മന്ദാനയ്ക്ക് 9 റൺസിന് സെഞ്ചുറി നഷ്ടം. പാകിസ്ഥാനെതിരായ മൂന്നാം ഏകദിനത്തിൽ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ബിഗ് ബാഷ് ലീഗിൽ ബ്രിസ്ബെൻ ഹീറ്റിന് രണ്ടാം ജയം. അഡ്ലേഡ് സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയത് 3 വിക്കറ്റിന്. ക്രിക്കറ്റ് ന്യൂസുകൾ വിശദമായി നോക്കാം. അടുത്ത മാസം 22-ാം തീയതി ആരംഭിക്കാനിരിക്കുന്ന ഇന്ത്യൻ പര്യടനത്തിനും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള 15-അംഗ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ജോസ് ബട്ട്ലറാണ് ക്യാപ്റ്റൻ. 5 ട്വന്റി മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് പരമ്പരയിലുള്ളത്. അതേസമയം ഏകദിന മത്സരങ്ങൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും ഒരേ ടീമിനെയാണ് ഇംഗ്ലണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ പരിചയസമ്പന്നനായ ബാറ്റർ ജോയ് റൂട്ട് ഏകദിന പരമ്പരകൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇംഗ്ലണ്ട് ടീമിലേക്ക് തിരിച്ചെത്തി. 2023 ലോകകപ്പിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന ജോയ് റൂട്ടിന് ഇയാൻ മോർഗനെ മറികടക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത്. 171 ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ജോയ് റൂട്ട് 47.60 ആവറേജിൽ 6522 റൺസാണ് നേടിയിട്ടുള്ളത്. ഇതിൽ 16 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 6957 റൺസുമായി ഏകദിനങ്ങളിൽ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള ഇംഗ്ലണ്ട് താരമെന്ന ഇയാൻ മോർഗൻ റെക്കോർഡ് മറികടക്കാൻ ജോയ് റൂട്ടിന് ഇനി 436 റൺസ് കൂടി വേണം. അതേസമയം ഹാംസ്ട്രിങ് ഇഞ്ചുറിയുമായി വിഷമിക്കുന്ന ബെൻ സ്റ്റോക്സിനെ സെലക്ഷന് പരിഗണിച്ചില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ആദ്യ അണ്ടർ-19 വിമൺസ് ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ബംഗ്ലാദേശ് വിമൺസിനെ 41 റൺസിന് പരാജയപ്പെടുത്തി. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വിമൺസ് ഗോങ്കാട്ടി തൃഷയുടെ അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്തു. ബോളിംഗിൽ ബംഗ്ലാദേശിനു വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തിയ ഫർജാന യാസ്മിനും 2 വിക്കറ്റ് വീഴ്ത്തിയ നിഷിത അക്തറും മികച്ചു നിന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് വിമൺസിനെ 3 വിക്കറ്റ് നേടിയ ആയുഷി ശുക്ലയും 2 വിക്കറ്റ് വീതം നേടിയ പരിണിക സിസോദിയ, സോനം യാദവ് എന്നിവർ ചേർന്ന് 76 റൺസിൽ എറിഞ്ഞൊതുക്കുകയായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് വുമൺസിനെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ വുമൺസിന് 211 റൺസിന്റെ വമ്പൻ ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വിമൺസ് നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 314 റൺസ് എടുത്തു. 91 റൺസുമായി സ്മൃതി മന്ദന മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ മറ്റ് ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് എല്ലാം മികച്ചു നിന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് വിമൺസ് 26 ഓവറിൽ 103 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഏകദിന കരിയറിലെ തന്റെ ആദ്യ 5 വിക്കറ്റ് പ്രകടനം നടത്തിയ രേണുക സിംഗ് താക്കൂറാണ് വെസ്റ്റ് ഇൻഡീസ് പതനത്തിന് ചുക്കാൻ പിടിച്ചത്. 10 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റ് നേടിയ രേണുക തന്നെയാണ് കളിയിലെ താരവും. ബിഗ് ബാഷ് ലീഗിൽ ഇന്ന് നടന്ന ലാസ്റ്റ് ബോൾ ത്രില്ലറിൽ അഡ്ലേഡ് സ്ട്രൈക്കേഴ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി ബ്രിസ്ബെൻ ഹീറ്റ്സ്. 49 ബോളിൽ 78 റൺസുമായി പുറത്താകാതെ നിന്ന മക്സീനിയാണ് മാൻ ഓഫ് ദി മാച്ച്. ഈ ജയത്തോടെ 2 കളികളിൽ 2 ജയവുമായി പോയിന്റ്സ് ടേബിളിൽ ബ്രിസ്ബെൻ ഹീറ്റ്സ് ഒന്നാമതെത്തി. പാകിസ്ഥാനെതിരായ മൂന്നാം ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 309 റൺസ്. മഴ മൂലം 47 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ സയീം അയൂബിന്റെ സെഞ്ചുറിയുടെയും ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 308 റൺസ് എടുക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബോളിംഗിൽ കാഗിസോ റബാദ 3 വിക്കറ്റും മാർക്കോ ജാൻസൺ 14 എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 25 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ്. 28 ബോളിൽ 46 റൺസുമായി ഹെൻറിച്ച് ക്ലാസനും 9 ബോളിൽ 7 റൺസുമായി മാർക്കോ ജാൻസനുമാണ് ക്രീസിൽ. 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ 2 മത്സരവും ജയിച്ച പാകിസ്ഥാൻ ഈ മത്സരവും ജയിച്ച് പരമ്പര തൂത്തുവാരാനൊരുങ്ങുകയാണ്. കൂടുതൽ ക്രിക്കറ്റ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.